അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കഥയിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പ്രകൃതിയും സർവൈവ് ചെയ്തിട്ടുണ്ടാവണം, ഫോറസ്റ്റും സർവൈവ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഓർത്ത് വെക്കണം ഈ കഥയിൽ മുഴുവനും, അല്ലെങ്കിൽ ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യം അതാണ്. ഇഫ് വി വാണ്ട് ടു സർവൈവ്, ദ ഫോറസ്റ്റ് ഓർ ദ നേച്ചർ ഷുഡ് സർവൈവ്. ഓക്കെ, നമ്മൾ അതിജീവിക്കണമെങ്കിൽ എന്തും കൂടി അതിജീവിച്ചിട്ടുണ്ടാവണം? പ്രകൃതി അല്ലെങ്കിൽ കാടും കൂടി അതിജീവിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് റസ്കിൻ ബോണ്ടിൻ്റെ കഥയിലേക്ക് പോകാം. ഹൗ ഫാർ ഈസ് ദ റിവർ? എന്താ ചോദിക്കുന്നത്? ഹൗ ഫാർ ഈസ് ദ റിവർ? നദിയിലേക്ക് അല്ലെങ്കിൽ പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്, പുഴ എത്ര ദൂരെയാണ് എന്ന് ചോദിക്കുന്നത്. എന്താ സംഭവം? ഹിയർ ഈസ് എ ബോയ് ഹു സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. ഇവിടെ ഒരു കുട്ടിയുടെ കഥയാണ്. കുട്ടി എന്താ ചെയ്യുന്നത്? ഹു സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ്. ആ കുട്ടി പുറത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഒരു ട്രിപ്പ് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ടൂറൊന്നുമല്ല, ചെറിയൊരു യാത്ര. ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. എന്തിനാ? പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. വേർ ഡസ് ഹി ഗോ? അവൻ എവിടെയാണ് പോയത്? വാട്ട് ഡസ് ഹി സീ ദർ? അവൻ എന്തൊക്കെയാണ് അവിടെ കണ്ടത്? ഹൗ ഡസ് ഹി ഫീൽ? അവൻ എന്തൊക്കെയാണ് അവിടെ അനുഭവിച്ചത്? നമ്മൾക്ക് ലെറ്റ് us ഫൈൻഡ് ഔട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വായിച്ചു തരും. അറിയാത്ത വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കും തുറന്നു വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ സൂം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അറിയാത്ത വാക്കുകൾ ഉച്ചരിക്കാനും പഠിക്കണം. അത് കൂടാതെ തന്നെ അറിയാത്ത വാക്കുകളുടെ അർത്ഥം പറയുമ്പോഴത്തേക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും വേണം. അപ്പോൾ ഞാനിതൊന്ന് സൂം ചെയ്ത് വെക്കാം. ശരി. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. ഇത്രയാണ് ഒന്നാമത്തെ ഭാഗത്തിലുള്ളത്. ഇപ്പോൾ ചിത്രം നിങ്ങൾക്ക് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചിത്രം നോക്കിക്കോളൂ. ഞാൻ ഇതിലൊന്നും കാണിച്ചിരുന്നില്ല, കാരണം ചെറിയ കുട്ടികൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ള, നിങ്ങൾക്ക് മുതിർന്ന കുട്ടികളാണ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് നേരെ പോവാം. അപ്പോൾ അത് വായിച്ച് ഞാൻ തന്നു, നിങ്ങൾക്ക് വായിക്കാൻ ഏകദേശം കിട്ടിക്കാണും. ഇനി ഓരോ സെൻറ്റൻസ് വെച്ചിട്ട് ഞാൻ മീനിങ് പറഞ്ഞുതരാം. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ പർവ്വതം, കുന്ന്, വലിയ കുന്ന്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ. ബിറ്റ്വീൻ ഇടയിൽ, നടുക്ക്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ, കുട്ടിക്കും ആൺകുട്ടിക്കും പിന്നെ റിവറിനും, റിവർ എന്ന് പറഞ്ഞാൽ നദിക്കും ഇടയിൽ എന്തുണ്ട്? സ്റ്റുഡ് എ മൗണ്ടെയിൻ. ഒരു പർവ്വതം നിൽക്കുന്നുണ്ട്, ഒരു കുന്ന് നിൽക്കുന്നു, വലിയൊരു കുന്ന് നിൽക്കുന്നുണ്ട്, വലിയൊരു മല നിൽക്കുന്നുണ്ട്. The boy was young and the river was small. കുട്ടിയുടെ പ്രത്യേകത എന്താ? ഹി വാസ് യങ്, വെരി യങ്. അവൻ വളരെ ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു. പിന്നെ ദ റിവർ വാസ് സ്മോൾ. നദിയോ? നദിയും ചെറിയൊരു നദിയായിരുന്നു. പക്ഷേ ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. പക്ഷേ മലയോ? വലിയൊരു മലയാണ്. മൗണ്ടെയിൻ വാസ് ബിഗ്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ. എന്താ സംഭവിച്ചത്? ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ, വലിയ മലയാന്ന് പറഞ്ഞില്ലേ, ആ മല നിറച്ചും എന്താണ്? തിക്ലി ഫോറസ്റ്റ് ആണ്. ദ തിക്ലി ഫോറസ്റ്റ്, കനത്ത കാടാണ്. തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ. എന്താ ഹിഡ്? ഹിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡിൻ്റെ ഫസ്റ്റാണ് ഹിഡ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക. ഹിഡ് ഒളിപ്പിച്ചു. എന്തിനൊളിപ്പിച്ചു? ഈ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ, കനത്ത കാട് ഉള്ള ഈ മൗണ്ടെയിൻ എന്ത് ചെയ്തു? ഈ റിവറിനെ ഒളിപ്പിച്ചു വെച്ചു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. പക്ഷേ കുട്ടിക്കറിയാം, എന്തറിയാം? ഇറ്റ് വാസ് ദർ, അവിടെ ഉണ്ട്. ഏതുണ്ട്? നദി ഈ മൗണ്ടെയിനിലെ കാട്ടിൻ്റെ ഉള്ളിൽ, വലിയ മലയിലെ കുന്നിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്നറിയാം കുട്ടിക്ക്? നദി ഉണ്ടെന്നറിയാം. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ. അവൻ ഇതുവരെ എന്ത് കണ്ടിട്ടില്ല? നദി കണ്ടിട്ടില്ല. എങ്ങനെ കണ്ടിട്ടില്ല? വിത്ത് ഹിസ് ഓൺ ഐസ്. അവൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്.
പക്ഷേ ഫ്രം ദ വില്ലേജേഴ്സിൽ നിന്നും ഗ്രാമവാസികളിൽ നിന്നും അവൻ എന്ത് ചെയ്തു? ഹി ഹാഡ് ഹെഡ് ഓഫ് ഇറ്റ്. അവൻ അതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏതിനെപ്പറ്റി? നദിയെപ്പറ്റിയും അടുത്ത കാടിനെ പറ്റിയും. പ്രധാനമായിട്ട് നദിയെപ്പറ്റി. എന്താ കേട്ടത്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. എന്താ കേട്ടത്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ്, ഈ നദിയിലെ വെള്ളത്തിലുള്ള മത്സ്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെയോ ആൻഡ് ഇറ്റ്സ് റോക്സ്, പിന്നെ അതിലെ പാറക്കൂട്ടങ്ങളെ പറ്റിയും പാറകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. കുട്ടി എന്താ ആഗ്രഹിച്ചത്? വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ, ഒന്ന് പോയിട്ട് ആ വെള്ളത്തിൽ തൊടണം. പിന്നെയോ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, സ്വന്തമായിട്ട് പോയിട്ട് കണ്ട് തൊട്ട് ആ വെള്ളത്തിൽ കുത്തിമറിഞ്ഞ് നമ്മളൊക്കെ ചെയ്യാറില്ലേ? ഒരു കുളം കണ്ടെന്നുള്ള ഉടനെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒഴിവ് സമയം കിട്ടുമ്പോൾ നേരെ കുളത്തിൽ പോകും, തല കുത്തി പറഞ്ഞ് തുള്ളിക്കളിച്ച് ചാടിക്കളിച്ച് നീന്തി തുടിച്ച് കുളിക്കും. അങ്ങനെയല്ല നമ്മളെല്ലാവരും ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കുട്ടിക്ക് എന്താ ആഗ്രഹമുള്ളത്? റിവറിനെ പറ്റി ഒന്ന് പേഴ്സണലായ അവൻ്റെ സ്വന്തം അനുഭവത്തിൽ അറിയണമെന്ന് പറഞ്ഞിട്ട് ആർക്കാഗ്രഹം? കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫോട് തൽക്കാലം കഴിഞ്ഞ് എന്നിട്ട് നമ്മൾക്കിവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? കുട്ടിയെ എന്താണ് പ്രിവെൻറ്റ് ചെയ്തത്? പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടയുക. എവിടെ നിന്ന് തടഞ്ഞു? ഫ്രം സീയിങ് ദ റിവർ കാണുന്നതിൽ നിന്ന് കുട്ടിയെ തടഞ്ഞ എന്താണ്? നമ്മളുടെ സെക്കൻഡ് പാരഗ്രാഫിലുണ്ട്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൈൻ ഹിഡ് ദ റിവർ. എന്താ തടഞ്ഞത്? ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൈൻ, അല്ലെങ്കിൽ ദ തിക്ക് ഫോറസ്റ്റ് ഹിഡ് ദ റിവർ. പിന്നെ കുട്ടിയെ തടഞ്ഞത് എന്താണ്? തിക്ക് ഫോറസ്റ്റ് ആണ്, കനത്ത കാടാണ് റിവർ കാണുന്നതിൽ നിന്നും കുട്ടിയെ തടഞ്ഞത്. പിന്നെ അതാ ബാക്കി നോക്കാം നമുക്ക്. ശരി, കാണുന്നുണ്ടല്ലോ. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൈൻ ആൻഡ് ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. വാക്കുകൾ അറിയാത്തൊക്കെ കുറിച്ച് വെച്ചേക്കണം, അടിവരയിട്ട് പോകണം. ഗെയ്സ്ഡ് അക്രോസ് ദ വാലി ഡ്രീമിംഗ് ഓഫ് ദ റിവർ. ഹി വാസ് അബൌട്ട് 12 years old. എ സ്റ്റർഡി ബോയ് വിത്ത് എ അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് നമുക്ക് പോകട്ടോ മുന്നോട്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൈൻ. കുട്ടിയുടെ വീട് എവിടെയാണ്? ഈ വലിയ മലയുടെ എതിർവശത്താണ്. ആ എതിർവശത്തുള്ള വീട്ടിൻ്റെ മുന്നിൽ ഇവൻ എന്ത് ചെയ്തു? ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്, വീടിൻ്റെ മുമ്പിൽ ഇവൻ നിൽക്കുകയാണ്. ആൻഡ് ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. എന്താ ഗെയ്സ്ഡ്? സൂക്ഷിച്ച് നോക്കുക, ഉറ്റു നോക്കുക. അങ്ങനെ കൗതുകത്തോടുകൂടി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? അക്രോസ് ദി വാലി, വലിയ മലയുടെ മലയുടെ മുന്നിലാണ് വീടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ മലയുടെ താഴ്വാരം ഉണ്ടാവുമല്ലോ, അതിൻ്റെ താഴ്ന്ന ഭാഗം ഉണ്ടല്ലോ, കുന്നിന് ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ. താഴ്വാരത്തേക്ക് അവൻ എന്ത് ചെയ്തു? ഗെയ്സ് ചെയ്തു. എന്താ ഗെയ്സ് ചെയ്യുക? ഉറ്റുനോക്കി. പിന്നെയോ ഡ്രീമിങ് ഓഫ് ദ റിവറിനെ പറ്റി മനസ്സിൽ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടു. എങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമല്ല. അവൻ നദിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വീടിന് മുമ്പിൽ നിന്നിട്ട് ഈ വാലിയിലേക്ക്, ഈ താഴ്വാരത്തിലേക്ക് ഉറ്റുനോക്കി. ഹി വാസ് about 12 years old, a sturdy boy with untidy black hair and shining black eyes. He was about 12 years old. 12 വയസ്സുള്ളൊരു കുട്ടിയാണ്. നിങ്ങളെപ്പോലെ നമ്മളുടെയൊക്കെ ഏകദേശം നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളൊരു കുട്ടി. പിന്നെയോ എ സ്റ്റർഡി ബോയ്. എന്താ സ്റ്റഡി ബോയ് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി പറഞ്ഞാൽ ഊർജ്ജസ്വലൻ, നല്ല ഊർജ്ജസ്വലനായിട്ടുള്ള ആരോഗ്യമുള്ളൊരു കുട്ടിയായിരുന്നു. പിന്നെയോ വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ. പക്ഷേ കുട്ടിയുടെ മുടിയോ ഒരു അനുസരണയില്ലാത്ത മുടി എന്ന് പറയല്ലേ, ഈരി വെച്ചെന്നാലും നേരെ ചൊവ്വയിരിക്കാത്തൊരു മുടി, അധികം ഭംഗിയൊന്നുമില്ലാത്ത മുടിയുമായിരുന്നു. എങ്ങനത്തെ മുടിയായിരുന്നു? കറുത്ത മുടിയായിരുന്നു. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്.
നമ്മളെ പോലെ കറുത്ത തലമുടിയുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, നല്ല തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ ഉണ്ടായിരുന്നു. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്, അവൻ്റെ ആ കാര്യങ്ങളൊക്കെ നല്ല ഫൈൻ ഫീച്ചേഴ്സ് ആയിരുന്നു. കാരണം എന്താ, നല്ല തിളങ്ങുന്ന കണ്ണുണ്ട്, പിന്നെയോ നല്ല കറുത്ത മുടിയുണ്ട്, പക്ഷേ ഭംഗിയില്ലെങ്കിലും നല്ല കറുത്ത മുടിയാണ്. പിന്നെയോ നല്ല ക്ലിയർ ബ്രൗൺ സ്കിന്നാണ്, നല്ല വൃത്തിയുള്ള നല്ല തവിട്ട് കളറുള്ള സ്കിൻ, നമ്മളൊക്കെ തൊലി പോലുള്ള തൊലിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവൻ ഇംഗ്ലീഷ് നാട്ടിലുള്ള സായിപ്പിൻ്റെ കുട്ടിയൊന്നും അല്ല എന്നർത്ഥം, നമ്മുടെ നാട്ടിലുള്ള ഏതൊരു കുട്ടിയാണ്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, നല്ല ഫൈൻ ഫീച്ചേഴ്സ് ആണെങ്കിലും എന്താ ഇതിൻ്റെ കുഴപ്പം? ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അവൻ്റെ കൈകാലുകൾ എങ്ങനെയായിരുന്നു? റഫായിരുന്നു, കൂടാതെ സ്ക്രാച്ച് ആയിരുന്നു. എന്താ സ്ക്രാച്ച്ഡ്? നമ്മളെ വിണ്ട് കീറുക എന്ന് പറയില്ലേ, കാല് വിണ്ട് കീറല്ലേ, നമ്മുടെ മഞ്ഞുകാലമൊക്കെ എത്തുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറില്ലേ, അങ്ങനെ വിണ്ട് കീറിയ കൈകാലുകളായിരുന്നു. അങ്ങനെ വിണ്ട് കീറാൻ കാരണം എന്തായിരിക്കും? അവൻ നല്ലപോലെ മണ്ണിലൊക്കെ അച്ഛനമ്മയുടെ കൂടെയൊക്കെ പണിയെടുക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ കയ്യിലൊക്കെ തഴമ്പ് വന്ന് കുട്ടിയതായിരിക്കാനാണ് സാധ്യത. നാട്ടിൻപുറത്തുള്ള കുട്ടിയാണെന്ന് അർത്ഥം. ഹി വാസ് ബെയർ ഫുട്ടഡ്. അവൻ ബെയർ ഫുട്ടായിരുന്നു. എന്താ ബെയർ ഫുട്ട്? ചെരുപ്പിടാത്തൊരു കുട്ടിയായിരുന്നു, ബെയർ ഫുട്ടായിരുന്നു. അതുകൊണ്ടാണ് ബെയർ ഫുട്ട് ആയതുകൊണ്ടാണ് എന്ത് പറ്റിയത്? കാലിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലത്തെ തൊലിയൊക്കെ ഉറപ്പ് വന്നിട്ട് സ്ക്രാച്ച് ആവാൻ കാരണം, വിണ്ട് കീറാൻ കാരണം. എന്തുകൊണ്ടാണ് ബെയർ ഫുട്ടായത്? ബെയർ ഫുട്ട് വെച്ചാൽ നഗ്നപാദൻ എന്നൊക്കെ പറയില്ലേ, ചെരുപ്പിടാത്ത കുട്ടി. നോട്ട് ബിക്കോസ് ഹീ കുഡിൻ്റ് അഫോർഡ് ഷൂസ്. എന്തുകൊണ്ടാണ് അവൻ നഗ്നപാദനായത്? ഷൂ മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെയോ ബട്ട് കുഡ് ഹി ലൈക്ഡ് ടു ഫീൽ ദ വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. അവന് എന്തായിരുന്നു ഇഷ്ടം? ചെരുപ്പിടാണ്ട് നടന്നിട്ട് ചൂട്, കല്ലിൻ്റെയൊക്കെ ചൂടില്ലേ, നട്ടുച്ചക്ക് റോട്ടുമ്മേൽ കൂടെ നടന്ന നല്ല രസമല്ലേ. അങ്ങനെ നട്ടുച്ചക്ക് റോട്ടുമ്മേൽ കൂടെ നടക്കാനല്ല കേട്ടാ, അവന് കല്ലിൻ്റെ മുകളിലൊക്കെ കൂടി നടക്കുമ്പോൾ ചൂടുള്ള കല്ലിൻ്റെ മുകളിൽ കൂടി നടക്കാനും തണുത്ത പുല്ലിൻ്റെ മുകളിൽ കൂടി നടക്കാനൊക്കെ ആർക്ക് ഇഷ്ടമായിരുന്നു? ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ ശരിക്കും നാട്ടിൻപുറത്തുള്ളൊരു കുട്ടിയായിരുന്നു എന്നർത്ഥം, ഗ്രാമവാസിയായിട്ടുള്ളൊരു കുട്ടി. ശരി, ഇനി ബാക്കി നോക്കാം. ഇറ്റ് വാസ് 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits. എന്താ സംഭവം? It was 11 o'clock and he knew his parents wouldn't return home till evening. It was 11 o'clock. അതൊരു 11 മണിയായിട്ടുണ്ട് സമയം. And he knew his parents wouldn't return home till evening. പിന്നെ അവനൊരു കാര്യം കൂടി അറിയാം, അന്ന് വൈകുന്നേരം വരെ അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചെത്തില്ല. അപ്പോൾ ദൂരെ എവിടെ പോയിട്ടുള്ളത്, തിരിച്ചു വരാൻ വേണ്ടി വൈകുന്നേരം ആവും. ഇപ്പോൾ സമയം 11 മണി. അപ്പോൾ പെട്ടെന്ന് ചെക്കനൊരാഗ്രഹം തോന്നി. എന്താണ് ആഗ്രഹം? നമുക്ക് വഴിയേ അറിയാം. ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ് ഹീ കുഡ് ടേക്ക് വിത്ത് ഹിം. അവനൊരു വീട്ടിലെന്താ ഭക്ഷണം ഉള്ളത്? ഒരു കഷ്ണം റൊട്ടിയുണ്ട്. ബ്രെഡ് നമ്മളെ ബേക്കറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ല, പച്ച റൊട്ടി എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്ന സാധനം, നീളത്തിൽ ഒറ്റ റൊട്ടി, അങ്ങനെ റൊട്ടി ഉണ്ട്. അപ്പോൾ അതേ അവന് കയ്യിലെടുക്കാനുള്ളൂ. ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. പിന്നെ പോകുന്ന വഴിക്ക് അവന് കുറച്ച് ഫ്രൂട്ട്സും കൂടി സംഘടിപ്പിക്കണം വഴിയിൽ നിന്ന് എവിടെയെങ്കിലും. എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്? ഈ റിവർ കാണാൻ പോവുകയെന്ന് കേട്ടോ ഈ പയ്യൻ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ട് അച്ഛനമ്മയും വീട്ടിലില്ല, വൈകുന്നേരമാവും അവൻ്റെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു? പ്രകൃതിയെ പറ്റി, അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നൊരു കുട്ടിയാണ്, കാട്ടിനെ സ്നേഹിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് റിവർ കാണാൻ താല്പര്യം വന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കൂടെ ഇവന് ഭക്ഷണമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആകെപ്പാടെ എന്തേ ഉള്ളൂ? റൊട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി 2 ചോദ്യം കൂടി നോക്കിയിട്ട് ഈ വീഡിയോ നിർത്താം. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ്? ഈ വില്ലേജേഴ്സിൽ നിന്നും, ഗ്രാമവാസികളിൽ നിന്നും നമ്മുടെ കുട്ടിക്ക് എന്താണ് കേൾക്കാൻ പറ്റിയത്? എന്താ കേൾക്കാൻ പറ്റിയത്? നമുക്കിവിടെ ഫസ്റ്റ് പാർട്ടിലുണ്ട്. എന്താണ്? ഹി ഹാഡ് നെവർ സീൻ ദ റിവർ. അവൻ സ്വന്തം കണ്ണുകൊണ്ട് നദി കണ്ടിട്ടില്ല. പിന്നെയോ കേട്ടിട്ടുണ്ട് ഒരുപാട് വില്ലേജേഴ്സിൽ നിന്ന്. എന്താ കേട്ടത്? ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. നമ്മളെ നദിയെ പറ്റി കേട്ടിട്ടുണ്ട്. വില്ലേജേഴ്സ്, ഹി ഹാഡ് ഹേർഡ് ഓഫ് ദി റിവർ. ഹി ഹാഡ് ഹേർഡ് ഓഫ് ദ ഫിഷ് ആൻഡ് ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. നദിയിലെ
മത്സ്യങ്ങളെപ്പറ്റിയും നദിയിലെ കല്ലുകളെപ്പറ്റിയും പാറക്കെട്ടുകളെ പറ്റിയൊക്കെ ആര് കേട്ടിട്ടുണ്ട്? കുട്ടി കേട്ടിട്ടുണ്ട്. വില്ലേജസ് എന്നും കേട്ടിട്ടുണ്ട്. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ്? എന്തുകൊണ്ടാണ് കുട്ടി നഗ്നപാതനായിട്ട് നടക്കാൻ ആഗ്രഹിച്ചിരുന്നത്? എന്തുകൊണ്ടാ? ബിക്കോസ് ഹീ കുഡിൻ്റ് അഫോർഡ് ഷൂസ്, നോട്ട് ബിക്കോസ് ഹീ കുഡിൻ്റ് അഫോർഡ് ഷൂസ്. അവന് ഷൂസ് മേടിക്കാൻ പൈസ ഇല്ലായിട്ടൊന്നുമല്ല, പിന്നെയോ ബട്ട് ഹീ ലൈക്ക് ദ ഫീൽ ഓഫ് ദി വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്, ദ കൂൾനെസ് ഓഫ് ഗ്രാസ്. പിന്നെ പുല്ലിൻ്റെ തണുപ്പും അതുപോലെ കല്ലിൻ്റെ ചൂടും അവന് ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം.